നമുക്കിപ്പോൾ പല ആവശ്യത്തിനും ഫോണിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യേണ്ടി വരും. സംഭവത്തിനേക്കാൾ സാധാരണ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കും. എന്നാൽ ഫോണിൻ്റെ സ്ക്രീനിലുള്ള സംഗതികൾ ഒരു വീഡിയോ ആയിട്ട് സ്ക്രീൻ അങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്തെടുക്കുക. ചിലർക്ക് അറിഞ്ഞോടി സ്ക്രീൻ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കേട്ടോ. എല്ലാ ഫോണിലും സ്ക്രീൻ റെക്കോർഡ് ഡീഫാൾട്ടായിട്ട് വരുന്നില്ല. ചില ഫോണിൽ ഉണ്ട്, ചില ഫോണിൽ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്ക്രീൻ റെക്കോർഡർ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കും. നല്ല ക്വാളിറ്റിയിൽ നല്ല സൗണ്ട് ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും കിട്ടുന്ന ഒരു സ്ക്രീൻ റെക്കോർഡറാണ് ഇന്നത്തെ ഈ വീഡിയോ. അതും വളരെ കുറഞ്ഞ ഫയൽ സൈസുള്ള വെറും 3 MB മാത്രമുള്ള ഒരു ആപ്ലിക്കേഷൻ. സ്ക്രീൻ റെക്കോർഡർ HD എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നമുക്കിതിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ നോക്കുക, ഇതിലെന്തൊക്കെ ചെയ്യണമെന്ന്. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന നേരം സ്റ്റോറേജ് പെർമിഷനും മൈക്ക് പെർമിഷനും കൊടുക്കണം. അതോടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുന്നേരം ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും, അത് ഓക്കെ കൊടുത്തേക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ അതവിടെ ക്ലോസ് ആയി. പിന്നെ നമ്മളെ സ്ക്രീനിൽ ഫോണിൻ്റെ സ്ക്രീനിൽ ഇങ്ങനെ ഒരു വിഡ്ജറ്റ് വരും, കാണുന്നുണ്ടോ? ഇതിൽ 3-4 ഓപ്ഷൻ ഉണ്ട്. ഒന്നൊരു ക്യാമറ ഐക്കൺ, പിന്നെ നമുക്ക് കാസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഈ കാസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് TV-യിലേക്കൊക്കെ നമ്മളെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാസ്റ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഒരു സെറ്റിംഗ്സ് ഐക്കണ്, പിന്നെ ഒരു ഗാലറി ഐക്കണം. നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ഒക്കെ ഗാലറി ഐക്കണിൽ കൂടെ കാണാനാണ് അത്. നമുക്ക് സെറ്റിംഗ്സ് ആദ്യം ഓപ്പൺ ചെയ്ത് നോക്കാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ മേലെ തന്നെ ഇതിൻ്റെ റെസല്യൂഷനാണ്. റെസല്യൂഷൻ നമുക്ക് 1080 മുതൽ 220 പിക്സൽ വരെ റെസല്യൂഷൻ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്യുക. 1080 എടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടും. ഞാൻ അവിടെ 1080 തന്നെ ഇട്ട് ഡീഫാൾട്ടായിട്ട് അതാണുള്ളത്. പിന്നെ നമുക്ക് അതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് ഫ്രെയിം റേറ്റ് ആണ്. ഫ്രെയിം റേറ്റ് ഇവിടെ നമുക്ക് അതും സെലക്ട് ചെയ്യുക. 24 FPS മുതൽ 60 FPS വരെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിം റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ബിറ്റ് റേറ്റ് അതും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെയുള്ള പ്രധാനപ്പെട്ടാണ് റെക്കോർഡ് ഓഡിയോ. ഈ ബട്ടൺ നമ്മൾ ഓൺ ആക്കിയില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്യാനാകില്ല കേട്ടോ, ഓഡിയോ കിട്ടുകയില്ല. അപ്പം ഇത് നിർബന്ധമായിട്ട് ഓൺ ആക്കി കൊടുക്കുക. പിന്നെ ഒരു ഓപ്ഷൻ കൂടി ഇവിടെ ഉണ്ട്, കൗണ്ട് ഡൗൺ. അതായത് നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര സെക്കൻഡ് കൊണ്ടാണ് റെക്കോർഡിങ് തുടങ്ങിയിട്ടുള്ള ഒരു കൗണ്ട് ഡൗൺ ആണ്. അത് ഡീഫാൾട്ടായിട്ട് 3 സെക്കൻഡുകളിൽ അത് 10 സെക്കൻഡ് വരെ നമുക്ക് വേണ്ടത് സെറ്റ് ചെയ്യാം. 3 സെക്കൻഡ് തന്നെ ധാരാളമാണ്, അതിൽ കിടക്കട്ടെ. ഇനി നമുക്കിത് ബാക്ക് വന്നിട്ട് എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഫസ്റ്റിലുള്ള ക്യാമറ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന നേരം താഴെ ഒരു പോപ്പപ്പ് വരും, സ്റ്റാർട്ട് നൗ. ഇത് വേറെ ഒന്നുണ്ട്, വായിച്ച് നോക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മളെ സ്ക്രീനിലുള്ള മുഴുവൻ സംഗതികളും ഇത് വീഡിയോയിൽ റെക്കോർഡാക്കിയിട്ട് നമുക്ക് തരും. അതാണ് ഈ പോപ്പപ്പിൽ എഴുതിയത്. സ്റ്റാർട്ട് നൗ കൊടുത്തു കഴിഞ്ഞാൽ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തതാ. കൗണ്ട് ഡൗൺ തുടങ്ങി, ഇത് സ്റ്റാർട്ടായി. ഇനി നമുക്കിതിൻ്റെ വീഡിയോ ഓഡിയോ ക്വാളിറ്റി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതികൾ എങ്ങനെയാണ് അതിൽ വരുന്നതെന്നൊന്ന് നോക്കാം. നമുക്ക് റെക്കോർഡിങ് കഴിഞ്ഞ് ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ പാനൽ ഒന്ന് താഴേക്ക് താത്തിയാൽ ഇവിടെ ഇതിൻ്റെ സ്റ്റോപ്പ് ബട്ടൺ ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അത് സ്റ്റോപ്പ് ആയിക്കോളും. ഇനി നമുക്ക് ഗാലറിയിൽ ഉണ്ടാവും, ഇത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ റെക്കോർഡ് ചെയ്തത് എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് നോക്കുക. നമ്മൾ റെക്കോർഡ് ചെയ്തതിന്റെ ക്വാളിറ്റി ഒന്ന് നോക്കാം. ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഇനി നമുക്ക് ഇതിന്റെ വീഡിയോ ഓഡിയോ ക്വാളിറ്റി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതികൾ എങ്ങനെയാണ് അതിൽ വരുന്നതെന്ന് നോക്കാം. ഇത് സ്റ്റോപ്പ് ചെയ്യാൻ. അപ്പൊ കണ്ടില്ലേ, വളരെ ക്വാളിറ്റിയിൽ നമുക്ക് നമ്മളെ ഫോണിന്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അതും വളരെ കുറഞ്ഞ ഫയൽ സൈസിൽ. ആവശ്യക്കാർ ഉപയോഗിക്കുക, ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തുസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.